ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് അതിലൊരു അസ്വാഭാവികത തോന്നി ആക്സിഡന്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിലെ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആള് ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിൽ രണ്ടുപേര് ജ്യേഷ്ഠനും അനിയനും അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. ഇത് മോട്ടീവ് ശരിക്കും അവര് പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിലാണ് അവർ തമ്മിൽ. നേരത്തെ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ. ചെറുതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ല, കടകൾ തമ്മിലല്ല, അവർ തമ്മിലുള്ള പേഴ്സണൽ എനിമിറ്റിയാണ്. ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ അതായത് വാഹനത്തിൽ ഒരാളുണ്ടായിരുന്നു സാർ? അതെ, അത് മറ്റാള് രണ്ടുപേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഒരാള് അപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ ജീപ്പിന്റെ എയർ ബാഗ് ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. മുൻപിൽ രണ്ടാളിരുന്നാലേ എയർ ബാഗ് പൊട്ടുള്ളൂ? അതില്ല, എങ്ങനെയായാലും ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ തിയററ്റിക്കലി പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ എഴുതിയിട്ടുള്ളൂ. ആ മേഖലയിൽ ലഹരി കച്ചവടം വ്യാപകമാണ്, അതിന് ഇവർക്ക് പങ്കുണ്ടെന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട്. അതിൽ ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയാൻ പറ്റൂ. ഇപ്പൊ അത്രേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി അന്വേഷണം നടന്നു. ഇല്ല, വിളിച്ചു വരുത്തിയതായിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ഈവൻ അനിയൻ ഏട്ടനെ ഇങ്ങനെ പാസ് ചെയ്യുന്നുള്ള അങ്ങനെ എന്തെങ്കിലും? അതെ, പോകുന്ന മൂവ്മെന്റ് വാച്ച് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. മൂവ്മെന്റ് കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്താണ് മനസ്സിലാവുന്നുണ്ട്. ദിവസങ്ങളായിട്ട് ഇവര് ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ല, അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റി ആണെന്നാണ് മനസ്സിലാവുന്നത്. അതെ, കൊലപാതകം. ഇല്ല, ഇപ്പോഴത്തെ ഇല്ല. അത് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അത് അറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർഡർ കേസ്, മർഡറാണ്. മർഡർ അതിന്റെ അബറ്റ്മെന്റ് തെളിവെടുപ്പ് നടന്ന CI അന്വേഷണം. അല്ല, ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്.